അധ്യായം 4. കംസൻ തന്റെ പീഡനങ്ങൾ ആരംഭിക്കുന്നു. വാസുദേവൻ കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് ഉണ്ടായിരുന്നതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും എല്ലാ വാതിലുകളും സമാനമായി അടയുകയും ചെയ്ത ശേഷം ദ്വാരപാലകർ ഉണർന്നു. നവജാത ശിശുവിന്റെ കരച്ചിൽ കേട്ടു. കംസൻ കുട്ടിയുടെ ജനന വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ദ്വാരപാലകർ ഉടൻ തന്നെ അവനെ സമീപിച്ച കുട്ടി ജനിച്ചതായി അറിയിച്ചു. ആ സമയത്ത് കംസൻ തന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഇപ്പോൾ എന്റെ ജീവിതത്തിലെ ക്രൂരമായ മരണം പിറന്നു. കംസൻ തന്റെ മരണം ആസന്നമായതിനാൽ ആശയക്കുഴപ്പത്തിലായി. അവന്റെ മുടി ചിതറിപ്പോയി. ഉടനെ അവൻ കുഞ്ഞ് ജനിച്ച സ്ഥലത്തേക്ക് പോയി. തന്റെ സഹോദരൻ അടുത്തുവരുന്നത് കണ്ട ദേവകി വളരെ സൗമ്യതയോടെ കംസനോട് പ്രാർത്ഥിച്ചു, എന്റെ പ്രിയ സഹോദര, ദയവായി ഈ പെൺകുഞ്ഞിനെ കൊല്ലരുത്. ഈ കുട്ടി നിങ്ങളുടെ മകന്റെ ഭാര്യയായിരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് അവളെ കൊല്ലരുത്. ഒരു പെൺകുഞ്ഞിനാലും നിങ്ങൾ കൊല്ലപ്പെടരുത്. നിങ്ങൾ ഒരു ആൺകുഞ്ഞിനാൽ കൊല്ലപ്പെടാൻ പോകുന്നു. അതിനാൽ അവളെ കൊല്ലരുത് എന്നായിരുന്നു ശകുനം. എന്റെ പ്രിയ സഹോദര, ഇപ്പോൾ ജനിച്ച് സൂര്യനെപ്പോലെ തിളങ്ങുന്ന എന്റെ നിരവധി കുട്ടികളെ നിങ്ങൾ കൊന്നു. അത് നിങ്ങളുടെ തെറ്റല്ല. എന്റെ കുട്ടികളെ കൊല്ലാൻ പൈശാചിക സുഹൃത്തുക്കൾ നിങ്ങളെ ഉപദേശിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കുറഞ്ഞത് ഈ പെൺകുട്ടിയോട് ക്ഷമിക്കണം. അവൾ എന്റെ മകളായി ജീവിക്കട്ടെ. തന്റെ സഹോദരി ദേവകിയുടെ ദയനീയമായ പ്രാർത്ഥനകൾ കേൾക്കാത്ത വിധം ക്രൂരനായിരുന്നു കംസൻ. തന്റെ സഹോദരിയെ ശാസിക്കാൻ നവജാത ശിശുവിനെ ബലമായി പിടിച്ചെടുക്കുകയും നിഷ്കരുണം കല്ലിലിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വ്യക്തിപരമായ സംതൃപ്തിക്ക് വേണ്ടി എല്ലാ ബന്ധങ്ങളെയും ത്യജിക്കാൻ കഴിയുന്ന ക്രൂരനായ ഒരു രാക്ഷസന്റെ ഗ്രാഫിക് ഉദാഹരണമാണിത്. എന്നാൽ കുട്ടി ഉടൻ തന്നെ അവന്റെ കൈകളിൽ നിന്ന് വഴുതി ആകാശത്തേക്ക് പോയി വിഷ്ണുവിന്റെ അനുജത്തിയായി 8 കൈകളുമായി പ്രത്യക്ഷപ്പെട്ടു. അവൾ നല്ല വസ്ത്രങ്ങളും പൂമാലകളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവളുടെ 8 കൈകളിൽ അവൾ വില്ലും കുന്തവും അമ്പും വാളും ശംഖും തട്ടും ഗദയും പരിചയും പിടിച്ചു. കുട്ടിയുടെ രൂപം യഥാർത്ഥത്തിൽ ദുർഗാദേവി കണ്ടു. സിദ്ധലോകം, ചാരണലോകം, ഗന്ധർവലോകം, അപ്സരലോകം, കിന്നരലോകം, ഉരഗലോകം എന്നിങ്ങനെ വിവിധ ഗ്രഹങ്ങളിൽ നിന്നുള്ള എല്ലാ ദേവതകളും അവൾക്ക് വിവിധ ലേഖനങ്ങൾ നൽകി തുടങ്ങി. അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ മുകളിൽ നിന്ന് ദേവി കംസനെ അഭിസംബോധന ചെയ്തു. നീ ദ്രോഹി, നിനക്കെങ്ങനെ എന്നെ കൊല്ലാൻ കഴിയും? നിന്നെ കൊല്ലുന്ന കുട്ടി ഈ ലോകത്തിൽ എവിടെയോ എന്റെ മുൻപിൽ ജനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പാവപ്പെട്ട സഹോദരിയോട് ഇത്ര ക്രൂരമായി പെരുമാറരുത്. ഈ പ്രത്യക്ഷപ്പെട്ടതിനുശേഷം ദുർഗാദേവി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെട്ടു. ഈ വാക്കുകൾ കേട്ടപ്പോൾ കംസൻ ഭയത്താൽ മതിമറന്നു. ദയനീയമായി അവൻ ഉടൻ തന്നെ വസുദേവനെയും ദേവകിയെയും അവരുടെ ചങ്ങലകളുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വളരെ മാന്യമായി അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരിയും അളിയനും എന്റെ സ്വന്തം മരുമക്കളെ, നിങ്ങളുടെ മക്കളെ കൊല്ലുന്നതിൽ ഞാൻ ഒരു പിശാചിനെപ്പോലെ പ്രവർത്തിച്ചു. അതുവഴി ഞങ്ങളുടെ അടുത്ത ബന്ധത്തിന്റെ എല്ലാ പരിഗണനയും ഞാൻ ഉപേക്ഷിച്ചു. എന്റെ ഈ അസൂയ നിറഞ്ഞ പ്രവൃത്തികളുടെ ഫലം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. ബ്രാഹ്മണരുടെ കൊലയാളികൾ പോകുന്ന നരകത്തിലേക്കായിരിക്കും എന്നെ അയച്ചത്. എന്നിരുന്നാലും ആകാശപ്രവചനം യാഥാർത്ഥ്യമാകാത്തതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. മനുഷ്യ സമൂഹത്തിൽ മാത്രമല്ല തെറ്റായ പ്രചരണങ്ങൾ കണ്ടുവരുന്നത്. ഇപ്പോൾ സ്വർഗീയരായ ആളുകൾ പോലും നുണകൾ സംസാരിക്കുന്നതായി തോന്നുന്നു. സ്വർഗീയ വംശജരുടെ വാക്കുകളിൽ ഞാൻ വിശ്വസിച്ചതിനാൽ എന്റെ സഹോദരിയുടെ മക്കളെ കൊന്നതിലൂടെ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട വസുദേവ, ദേവകി, നിങ്ങൾ രണ്ടുപേരും മഹാത്മാക്കളാണ്. നിങ്ങൾക്ക് നൽകാൻ എനിക്ക് നിർദ്ദേശങ്ങളൊന്നുമില്ല. എന്നിട്ടും നിങ്ങളുടെ കുട്ടികളുടെ മരണത്തിൽ ഖേദിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠമായ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ആ ശ്രേഷ്ഠമായ ശക്തി നമ്മെ ഒരുമിച്ച് നിൽക്കാൻ അനുവദിക്കുന്നില്ല. കാലക്രമേണ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വേർപെടുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ വിവിധ ഭൗതിക ശരീരങ്ങൾ അപ്രത്യക്ഷമായതിനുശേഷവും ആത്മാവ് ശാശ്വതമായി നിലകൊള്ളുന്നുവെന്ന് നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, ഭൂമിയിലെ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ധാരാളം പാത്രങ്ങളുണ്ട്. അവ തയ്യാറാക്കുകയും തകർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഭൂമി ശാശ്വതമായി നിലനിൽക്കുന്നു. അതുപോലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആത്മാവിന്റെ ശരീരങ്ങൾ നിർമ്മിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആത്മാവ് ശാശ്വതമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് വിലപിക്കാൻ ഒന്നുമില്ല. ഈ ഭൗതിക ശരീരം ആത്മാവിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരാൾ ആ ധാരണയിലേക്ക് വരാത്തിടത്തോളം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന പ്രക്രിയകൾ അവൻ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. എന്റെ പ്രിയ സഹോദരി ദേവകി, നിങ്ങൾ വളരെ സൗമ്യതയും ദയയും ഉള്ളവളാണ്. ദയവായി ക്ഷമിക്കുക. ഞാൻ കാരണമായ നിങ്ങളുടെ കുട്ടികളുടെ മരണത്തിൽ വിഷമിക്കരുത്. യഥാർത്ഥത്തിൽ ഇത് ഞാൻ ചെയ്തതല്ല. കാരണം ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. മനസ്സില്ലെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതിയനുസരിച്ച് പ്രവർത്തിക്കണം. ശരീരത്തിന്റെ അവസാനത്തോടെ സ്വയം മരിക്കുമെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരു ജീവിയെ കൊല്ലാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. ഈ തെറ്റിദ്ധാരണകളെല്ലാം ഭൗതികമായ നിലനിൽപ്പിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഒരാളെ നിർബന്ധിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആത്മാവിന്റെ ശാശ്വതയെക്കുറിച്ച് ഒരാൾക്ക് ദൃഢമായി ബോധ്യപ്പെടാത്തിടത്തോളം ഒരാൾ കൊലയാളിയുടെയും കൊല്ലപ്പെടുന്നതിന്റെയും കഷ്ടയ്ക്ക് വിധേയനാകും. എന്റെ പ്രിയ സഹോദരി ദേവകിയും അളിയൻ വസുദേവയും, ഞാൻ നിങ്ങളോട് ചെയ്ത അതിക്രമങ്ങൾ ക്ഷമിക്കുക.
ഞാൻ വളരെ ദരിദ്രഹൃദയനാണ്, നിങ്ങൾ വളരെ വലിയ ഹൃദയമുള്ളവനാണ്, അതിനാൽ എന്നോട് കരുണ കാണിക്കുകയും എന്നോട് ക്ഷമിക്കുകയും ചെയ്യുക. കംസൻ തന്റെ അളിയനോടും സഹോദരിയോടും സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൻ അവരുടെ കാൽക്കൽ വീണു. താൻ കൊല്ലാൻ ശ്രമിച്ച ദുർഗാദേവിയുടെ വാക്കുകൾ വിശ്വസിച്ച കംസൻ തന്റെ അളിയനെയും സഹോദരിയെയും ഉടൻ വിട്ടയച്ചു. അദ്ദേഹം വ്യക്തിപരമായി ഇരുമ്പ് ചങ്ങലകൾ അഴിച്ചുമാറ്റി വളരെ അനുകമ്പയോടെ തന്റെ കുടുംബാംഗങ്ങളോട് സൗഹൃദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തന്റെ സഹോദരൻ പശ്ചാത്തപിക്കുന്നത് കണ്ടപ്പോൾ ദേവകി ശാന്തയായി. മക്കൾക്കെതിരായ അവന്റെ എല്ലാ ക്രൂരതകളും മറന്നു. വാസുദേവനും കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്ന് അളിയനോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. വസുദേവൻ കംസനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭാഗ്യവാൻ, ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ ഭൗതിക ശരീരത്തെ തന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഓരോ ജീവിയും അജ്ഞരായി ജനിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പം അജ്ഞത മൂലമാണ്. ഈ അജ്ഞതയുടെ അടിസ്ഥാനത്തിൽ നാം ശത്രുതയോ സൗഹൃദമോ ഉണ്ടാക്കുന്നു. വിലാപം, ആഹ്ലാദം, ഭയം, അസൂയ, അത്യാഗ്രഹം, മിഥ്യാബോധം, ഭ്രാന്ത് എന്നിവ നമ്മുടെ ഭൗതിക ജീവിത സങ്കല്പത്തിന്റെ വ്യത്യസ്ത സവിശേഷതകളാണ്. ഇതുപോലെ സ്വാധീനിക്കപ്പെടുന്ന ഒരു വ്യക്തി ഭൗതിക ശരീരം കൊണ്ടാണ് ശത്രുതയിൽ ഏർപ്പെടുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ പരമപുരുഷവുമായുള്ള നമ്മുടെ ശാശ്വതമായ ബന്ധം നാം മറക്കുന്നു. വസുദേവൻ കംസന്റെ പരോപകാരത്തിന്റെ അവസരം മുതലെടുക്കുകയും തന്റെ നിരീശ്വരവാദ പ്രവർത്തനങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണ മൂലമാണെന്ന് അവനെ അറിയിക്കുകയും ചെയ്തു. അതായത്, ഭൗതിക ശരീരത്തെ ഞാൻ തന്നെയായി കണക്കാക്കുന്നു. വസുദേവൻ കംസനോട് ഇത്രയും പ്രകാശമാനമായ രീതിയിൽ സംസാരിച്ചപ്പോൾ കംസൻ അത്യധികം സന്തുഷ്ടനായി. തന്റെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നതിന്റെ കുറ്റബോധം ശമിച്ചു. സഹോദരി ദേവകിയുടെയും അളിയൻ വസുദേവന്റെയും അനുവാദത്തോടെ അവൻ ആശ്വാസത്തോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അടുത്ത ദിവസം കംസൻ തന്റെ ഉപദേശകരെയെല്ലാം വിളിച്ചുകൂട്ടി തലേദിവസം നടന്ന സംഭവങ്ങളെല്ലാം അവരോട് വിവരിച്ചു. കംസന്റെ ഉപദേശകരെല്ലാം അസുരന്മാരും ദേവന്മാരുടെ നിത്യശത്രുക്കളുമായിരുന്നു. അതിനാൽ രാത്രിയിലെ സംഭവങ്ങളെക്കുറിച്ച് യജമാനൻ പറയുന്നത് കേട്ട് അവർ വിഷാദത്തിലായി. അവർ കാര്യമായ പരിചയമോ പഠിതാക്കളോ ആയിരുന്നില്ലെങ്കിലും അവർ കംസനോട് ഇപ്രകാരം നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. പ്രിയപ്പെട്ട സർ, എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുട്ടികളെയും കൊല്ലാൻ നമുക്ക് ഇപ്പോൾ ക്രമീകരണം ചെയ്യാം. നമുക്ക് ഈ പദ്ധതി വിവേചനരഹിതമായി നടപ്പിലാക്കാം. ഈ ക്രൂരതകൾ ചെയ്താൽ ദേവന്മാർക്ക് നമുക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളോട് വഴക്കിടാൻ അവർ എപ്പോഴും ഭയപ്പെടുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും അവർ അതിന് ധൈര്യപ്പെടില്ല. നിന്റെ അളവറ്റ ശക്തിയാൽ അവർ നിന്റെ വില്ലിന് ഭയപ്പെടുന്നു. തീർച്ചയായും നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യാൻ നിൽക്കുകയും നിങ്ങളുടെ അസ്ത്രങ്ങൾ അവരുടെ മേൽ വർഷിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴെല്ലാം അവർ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ ദിശകളിലേക്കും ഓടിപ്പോയതിന്റെ പ്രായോഗിക അനുഭവം ഞങ്ങൾക്കുണ്ട്. പല ദേവതകൾക്കും നിന്നോട് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ ഉടൻ തന്നെ തലപ്പാവും തലയിലെ രോമങ്ങളും അഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം കീഴടങ്ങി. തങ്ങളെ രക്ഷിക്കാൻ അവർ കോപ്പുകൈകളോടെ അപേക്ഷിക്കുകയും പറഞ്ഞു, എന്റെ യജമാനനെ, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ശക്തിയെ ഭയപ്പെടുന്നു. ഈ അപകടകരമായ പോരാട്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കീഴടങ്ങിയ പോരാളികൾ എല്ലാവരും ഭയന്ന് വില്ലും അമ്പും രഥവും തകർന്നും അവരുടെ സൈനിക പ്രവർത്തനങ്ങൾ മറന്നും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ കഴിയാതെയും ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും കൊല്ലില്ലെന്ന് ഞങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ദേവന്മാരെ പേടിക്കേണ്ട കാര്യമില്ല. യുദ്ധക്കളത്തിന് പുറത്തുള്ള സമാധാനകാലത്ത് മികച്ച പോരാളികളെന്നതിൽ അവർ വളരെ അഭിമാനിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് യുദ്ധക്കളത്തിൽ ഒരു കഴിവും സൈനിക ശക്തിയും കാണിക്കാൻ കഴിയില്ല. മഹാവിഷ്ണുവും ശിവനും ബ്രഹ്മാവും ഇന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേവതകളെ സഹായിക്കാൻ സദാ സന്നദ്ധരാണെങ്കിലും അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഭഗവാൻ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിനകം തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയങ്ങളിൽ സ്വയം മറഞ്ഞിരിക്കുന്നു. അവന് പുറത്തുവരാൻ കഴിയില്ല. ഭഗവാൻ ശിവനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്നു. അവൻ ഇതിനകം കാട്ടിൽ പ്രവേശിച്ചു. ബ്രഹ്മാവ് എല്ലായ്പ്പോഴും വിവിധതരം തപസ്സുകളിലും ധ്യാനങ്ങളിലും വ്യാപൃതനാണ്. ഇന്ദ്രനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ ശക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവൻ ഒരു വൈക്കോലാണ്. അതുകൊണ്ട് ഈ ദേവന്മാരിൽ ആരെയും ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അവരെ അവഗണിക്കരുത്. കാരണം ദേവതകൾ നമ്മുടെ ദൃഢമായ ശത്രുക്കളാണ്. നമ്മെത്തന്നെ സംരക്ഷിക്കാൻ നാം ശ്രദ്ധിക്കണം. അവരുടെ അസ്തിത്വത്തിൽ നിന്ന് അവരെ വേരോടെ പിഴുതെറിയാൻ ഞങ്ങൾ നിങ്ങളുടെ സേവനത്തിൽ ഏർപ്പെടണം. നിങ്ങളുടെ കൽപ്പനയ്ക്ക് എപ്പോഴും തയ്യാറായിരിക്കണം. അസുരന്മാർ തുടർന്നു പറഞ്ഞു, അശ്രദ്ധ മൂലം ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് വഷളാകുകയും ഭേദമാകാതെ വരികയും ചെയ്യുന്നു. അതുപോലെ ഒരാൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കാതെ അവയെ അഴിച്ചുവിടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ കീഴടക്കാനാവാത്തവിധം ശക്തരാകുന്നതിനു മുമ്പ് നാം ഇപ്പോൾ ദേവതകളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കണം. ദേവതകളുടെ ശക്തിയുടെ അടിസ്ഥാനം ഭഗവാൻ വിഷ്ണുവാണ്. കാരണം എല്ലാ മതതത്വങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം അവനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. വേദവിധികൾ, ബ്രാഹ്മണർ, പശുക്കൾ, തപസ്സുകൾ, യാഗങ്ങൾ, ദാനധർമ്മങ്ങൾ, സമ്പത്ത് വിതരണം എന്നിവയെല്ലാം വിഷ്ണുവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. അതിനാൽ വേദജ്ഞാനത്തിന്റെ ചുമതലക്കാരായ എല്ലാ ബ്രാഹ്മണരെയും
യാഗപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ചുമതലക്കാരായ മഹർഷിമാരെയും കൊന്നുകൊണ്ട് നമുക്കുടൻ ആരംഭിക്കാം. യാഗങ്ങൾ അനുഷ്ഠിക്കാൻ ആവശ്യമായ വെണ്ണയുടെ ഉറവിടമായ എല്ലാ പശുക്കളെയും നമുക്ക് കൊല്ലാം. ഈ ജീവികളെയെല്ലാം കൊല്ലാൻ ഞങ്ങൾക്ക് അങ്ങയുടെ അനുവാദം തരൂ. യഥാർത്ഥത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ അതീന്ദ്രിയ ശരീരത്തിന്റെ അവയവങ്ങൾ ബ്രാഹ്മണർ, പശുക്കൾ, വേദജ്ഞാനം, തപസ്, സത്യസന്ധത, ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണം, വിശ്വസ്തത, ദാനധർമ്മം, സഹിഷ്ണുത, ത്യാഗനിർവഹണം എന്നിവയാണ്. ഭഗവാൻ വിഷ്ണു എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതിചെയ്യുന്നു. ഭഗവാൻ ശിവനും ബ്രഹ്മാവും ഉൾപ്പെടെ എല്ലാ ദേവതകളുടെയും നേതാവാണ്. അതിനാൽ മഹാമുനിമാരെയും ബ്രാഹ്മണരെയും ഉപദ്രവിക്കുന്നത് മഹാവിഷ്ണുവിനെ വധിക്കലാണെന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ തന്റെ രാക്ഷസ മന്ത്രിമാരുടെ ഉപദേശപ്രകാരം തുടക്കം മുതലേ ഏറ്റവും വലിയ ദുഷ്ടനായ കംസൻ ശാശ്വതവും വിഴുങ്ങുന്നതുമായ കാലത്തിന്റെ ചങ്ങലകളിൽ കുടുങ്ങി ബ്രാഹ്മണരെയും വൈഷ്ണവരെയും പീഡിപ്പിക്കാൻ തീരുമാനിച്ചു. എല്ലാത്തരം സന്യാസിമാരെയും ഉപദ്രവിക്കാൻ അദ്ദേഹം അസുരന്മാരോട് ആജ്ഞാപിച്ചു. തുടർന്ന് അദ്ദേഹം തന്റെ വീട്ടിൽ പ്രവേശിച്ചു. കംസന്റെ അനുയായികളെല്ലാം വികാരത്തിന്റെ രീതിയാൽ സ്വാധീനിക്കപ്പെട്ടു. അതുപോലെ തന്നെ അജ്ഞതയുടെ മോഡിൽ മിഥ്യയുമായിരുന്നു. അവരുടെ ഒരേയൊരു ബിസിനസ് സന്യാസിമാരുമായി ശത്രുത ഉണ്ടാക്കുക എന്നതായിരുന്നു. അത്തരം പ്രവർത്തനങ്ങൾ ഒരാളുടെ ആയുസ് കുറയ്ക്കാൻ മാത്രമേ കഴിയൂ. അസുരന്മാർ ഈ പ്രക്രിയ ത്വരിതപ്പെടുത്തി എത്രയും വേഗം അവരുടെ മരണത്തെ ക്ഷണിച്ചു. സന്യാസിമാരെ പീഡിപ്പിക്കുന്നതിന്റെ ഫലം അകാല മരണം മാത്രമല്ല. ഈ പ്രവൃത്തി വളരെ നിന്ദ്യമാണ്. കുറ്റവാളിക്ക് അവന്റെ സൗന്ദര്യവും പ്രശസ്തിയും മതപരമായ തത്വങ്ങളും ക്രമേണ നഷ്ടപ്പെടും. അങ്ങനെ ഉയർന്ന ഗ്രഹങ്ങളിലേക്കുള്ള അവന്റെ സ്ഥാനക്കയറ്റം പരിശോധിക്കപ്പെടുന്നു. പലതരത്തിലുള്ള മാനസിക സങ്കോചങ്ങളാൽ നയിക്കപ്പെടുന്ന ഭൂതങ്ങൾ എല്ലാവിധ ഐശ്വര്യങ്ങളെയും കുറക്കുന്നു. അത്തരം പാപകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു നാഗരികതയ്ക്ക് പൊതുവെ പരമേശ്വരനിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെടും. അത്തരം ദൈവരഹിതമായ നാഗരികത മനുഷ്യ സമൂഹത്തിലെ എല്ലാ വിപത്തുകളുടെയും ഉറവിടമായി മാറുന്നു.